എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നതിനായിട്ട് ഒരു ബിസിനസ് ചെയ്യേണ്ട 11 കാര്യങ്ങളെ പറ്റിയാണ്. ഇതിനു മുമ്പും ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ട് ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മുടെ പേജിലൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. ഇന്ന് നമ്മളത് വേറൊരു രൂപത്തിലും കൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ എപ്പോഴും അറിയാൻ ആഗ്രഹമുള്ളൊരു വിഷയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം ഫണ്ട് ലഭിക്കുന്ന ഒരുപാട് കമ്പനികളെ പറ്റി നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നുണ്ട്. ഇവരൊക്കെ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് നടത്തിയിട്ട് തന്നെയാണ് ഇത് നേടിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് എന്ത് വാല്യൂ ആണ് കസ്റ്റമറിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുന്നത്, അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെയും ഭംഗിയായിട്ട് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 11 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ആദ്യത്തേത് ഡെവലപ്പ് എ സ്ട്രോങ് ബിസിനസ് പ്ലാൻ എന്നുള്ളതാണ്. വ്യക്തമായൊരു ബിസിനസ് പ്ലാൻ, അതും ഒരു കോംപ്രിഹെൻസീവായിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ തന്നെ ഉണ്ടായിരിക്കണം. അതിലെന്തൊക്കെ ഉണ്ടാവണം? കമ്പനിയുടെ വിഷൻ, മിഷൻ, മാർക്കറ്റ് അനാലിസിസ്, നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എത്രത്തോളം ഉണ്ട്, ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ ഉണ്ടാവണം, ഗ്രോത്ത് സ്ട്രാറ്റജികൾ ഉണ്ടാവണം. ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കുന്ന ഒരു ബിസിനസ് പ്ലാൻ അനിവാര്യമാണ്. ആ ഒരു ബിസിനസ് പ്ലാൻ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം മാർക്കറ്റിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്, എത്രത്തോളം നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ക്ലാരിറ്റി ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഡിഫൈൻ യുവർ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, USP ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന്, നമ്മുടെ പർട്ടിക്കുലർ ബിസിനസ് ഏതാണോ ആ മേഖലയിൽ നിൽക്കുന്ന മറ്റാളുകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണെന്ന് അറിയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഹയർ റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കും. മൂന്നാമത് ബിൽഡ് എ പ്രൊഫഷണൽ നെറ്റ്വർക്ക്. നല്ല കണക്ഷൻസ് ഉണ്ടായിരിക്കണം ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ആയിട്ട്. അതിനുവേണ്ടി നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ, ഇൻഡസ്ട്രി കോൺഫറൻസുകൾ, പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും പിച്ച് കോമ്പറ്റീഷനുകൾ ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യാം. ഓൺട്രപ്രണർ ഫോറങ്ങളിൽ പോവാം. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ ഷോക്കേസ് ചെയ്യുന്ന പല ഇവൻറ്റുകളുണ്ട്. ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കോൺടാക്റ്റുകൾ ലഭിക്കും. അതുവഴി ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. 4, റിഫൈൻ യുവർ പിച്ച്. ഈ പിച്ച് ഡെക്ക് എന്നൊക്കെ പറയുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഡോക്യുമെൻറ്റ് എന്നും റിഫൈൻ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഏറ്റവും മികച്ചതാക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പല്ലിംഗ് പിച്ച് എന്നൊക്കെ പറയുന്ന ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മുടെ ബിസിനസ് ഐഡിയയും നമ്മുടെ വാല്യൂ പ്രൊപ്പോസിഷനും ഇതിൻ്റെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലും ഒക്കെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മികച്ചൊരു പിച്ച് ഡോക്യുമെൻറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല ഈ പിച്ച് എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യണം. അത് വ്യക്തമായ കോൺഫിഡൻസും ക്ലാരിറ്റിയോടും കൂടി ഒരു ഇൻവെസ്റ്റർക്ക് അതൊരു മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഫീൽ ചെയ്യിക്കുന്ന രൂപത്തിൽ തന്നെ ഇതിനെ റിഫൈൻ ചെയ്തെടുക്കണം. അഞ്ചാമത്തെ കാര്യം ഡെവലപ്പ് എ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആഗ്രഹിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനിക്ക് ആവട്ടെ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആവട്ടെ നല്ല ഒരു ഓൺലൈൻ പ്രസൻസ്, അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആളുകളുടെ മുമ്പിൽ വളരെ സുപരിചിതമായ മുഖങ്ങളായി മാറാനുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഇതൊക്കെ ആളുകൾക്ക് വളരെ അറിയുകയും അവർക്ക് നമ്മളിൽ വിശ്വാസം വരികയും നമ്മളുമായിട്ട് സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് അനിവാര്യമാണ്. ആറാമത്തെ കാര്യം കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. വ്യക്തമായ ഡാറ്റയും മാർക്കറ്റ് ഇൻസൈറ്റും വെച്ച് തന്നെയായിരിക്കണം നമ്മുടെ ബിസിനസ് കേസ് അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ എത്രത്തോളം ഉണ്ട്, കസ്റ്റമറുടെ ആവശ്യം നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ അപേക്ഷിച്ച് നമ്മുടെ പഠനം എത്രത്തോളം ആഴത്തിലുള്ളതാണ്, ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ വ്യക്തമായ ഒരു മാർക്കറ്റ് റിസർച്ചിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ ചെയ്യുക. ഏഴാമത്തെ കാര്യം സീക്ക് ഇൻട്രൊഡക്ഷൻ ആൻഡ് റെഫറൽസ്. അതായത് നമ്മൾ ഈ പ്രൊഫഷണൽ നെറ്റ്വർക്കിൻ്റെ അകത്തേക്കൊക്കെ ഭാഗമാവുകയും അവിടെയുള്ള പല ആളുകളിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ എടുത്ത് ഇൻവെസ്റ്റേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നല്ല കണക്ഷൻസും നെറ്റ്വർക്കും ഉണ്ടാക്കണമെന്ന്. ഈ നെറ്റ്വർക്കിലുള്ള ആളുകളുടെ ഒരു റെഫറൻസ് വഴിയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ ഇത് കൺവേർട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന കമ്പനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻവെസ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ട്. ആ ബന്ധങ്ങൾ വഴി കണക്ട് ചെയ്യപ്പെട്ടാണ് പലർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നേടിയെടുക്കാൻ സാധിക്കാറ്. അത് ശ്രദ്ധിക്കുക. എട്ടാമത്തെ കാര്യം അറ്റൻഡ് ഇൻവെസ്റ്റർ ഇവൻറ്റ്സ്. ഇൻവെസ്റ്റേഴ്സിനെ തന്നെ കണക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റർ ഫോക്കസ്ഡ് ഇവൻറ്റുകളുണ്ട്. പിച്ച് നൈറ്റുകൾ, ഡെമോ ഡേയ്സ്,
ഇൻവെസ്റ്റർ കോൺഫറൻസുകളൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമാവുക, ഇതിലൊക്കെ പോയി പങ്കെടുക്കുമ്പോഴാണ് നാളെ ഒരു ഇൻവെസ്റ്ററെ കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ചിട്ട് ഫീഡ്ബാക്കൊക്കെ ചോദിക്കുക, നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ സ്വയം ഒന്ന് മനസ്സിലാക്കുക. 9ാമത്തെ കാര്യം, പ്രിപ്പയർ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ്. ഈ തയ്യാറെടുപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് തയ്യാറാക്കുക എന്നുള്ളത്. ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റവന്യൂ ഗ്രോത്ത് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റി എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എത്ര റിട്ടേൺ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ പ്രസ്താവന. ഇതൊക്കെ വ്യക്തമായ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ വയബിലിറ്റിയുടെ ഒരു എവിഡൻസ് ആണ് അവർക്ക് തോന്നുന്നത്. അതുമാത്രമല്ല ബിസിനസ് എത്രത്തോളം സ്കെയിലബിൾ ആണ്, എത്രത്തോളം വളരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ടാവും. 10ാമതായി പറയാനുള്ളത്, ഡെമോൺസ്ട്രേറ്റ് പ്രോഗ്രസ് ആൻഡ് മൈൽ സ്റ്റോൺസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെ നിന്ന് തുടങ്ങി ഇന്ന് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, എന്തൊക്കെയാണ് നമ്മുടെ കീ മൈൽ സ്റ്റോൺസ്. അതിൻ്റെ അകത്ത് കസ്റ്റമർ അക്വസിഷൻ ആയിരിക്കും, റവന്യൂ ഗ്രോത്ത് ആയിരിക്കും, നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകളായിരിക്കും, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായതായിരിക്കും, അല്ലെങ്കിൽ കീ ആയിട്ടുള്ള ചില ഹയറിങ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നതായിരിക്കും, നമ്മുടെ ടീമിലുള്ള ആളുകളുടെ ആ ക്രെഡിബിലിറ്റി കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഓരോ മൈൽ സ്റ്റോൺസാണ് സ്ഥാപനത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരം വിവരങ്ങളെല്ലാം വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ പ്രസൻറ്റേഷൻ മുന്നോട്ട് പോകേണ്ടത്. അവസാനമായി പറയാനുള്ളത്, ബി ഓപ്പൺ ടു ഫീഡ്ബാക്ക്. നമ്മുടെ ബിസിനസ് നമുക്ക് വളരെ വലുതാണ്, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യണത്, എല്ലാം നമ്മൾ പോസിറ്റീവായിരിക്കും പറയുന്നത്. പക്ഷേ പല ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണാത്തതോ ചിന്തിക്കാത്തതോ ആയിട്ടുള്ള പല ഫീഡ്ബാക്കുകൾ പലരിൽ നിന്നുണ്ടാവും. അതിന് ഓപ്പൺ ആയിട്ടുള്ളൊരു മൈൻഡോടുകൂടി തന്നെ കാണുക, അതൊരു വാല്യുബിൾ ഇൻസൈറ്റ് ആയിട്ട് എടുക്കുക, സജഷൻസ് സ്വീകരിക്കുക, എന്നിട്ട് വേണ്ട കറക്ഷൻസ് വരുത്തുക, ഇതിൽ നിന്ന് ലേൺ ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അപ്പോൾ ഫീഡ്ബാക്കുകളെ അസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഈ 11 കാര്യങ്ങളും ഒരു ഇൻവെസ്റ്ററെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ ഒരു കമ്പനിയോ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. താങ്ക്